ഹായ് ഫ്രണ്ട്സ്, ഒന്നാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷിൻ്റെ സെക്കൻഡ് ടെർമിനൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനായി ഈ ചാനൽ തന്നെ നൽകിയിരിക്കുന്ന സ്റ്റാൻഡേർഡ് 1 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻസ് എന്ന പ്ലേലിസ്റ്റിൽ പോയി പരിശോധിച്ചാൽ മതി. മുകളിൽ നൽകിയിരിക്കുന്ന ഭാഗത്ത് കൂട്ടുകാരുടെ പേരും സ്കൂളിന്റെ പേരും എഴുതാൻ മറക്കില്ലല്ലോ. ആക്ടിവിറ്റി 1, ലിസൺ ആൻഡ് ഡു. ശ്രദ്ധിക്കാം, ചെയ്യാം. ലിസൺ ടു ദ ടീച്ചർ ആൻഡ് ഫോളോ ദ ഇൻസ്ട്രക്ഷൻസ്. ടീച്ചർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് അതുപോലെ ചെയ്യാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് കൂട്ടുകാർ ചിത്രത്തിൽ കാണുന്നത്? ഒരു നായ ഒരു മാറ്റിൽ കിടന്നുറങ്ങുന്നുണ്ട് അല്ലേ? പിന്നെയോ ഒരു തത്ത മരത്തിൽ ഇരിക്കുന്നുണ്ട്. പിന്നെയോ ചുമരിൽ ഒരു ക്ലോക്ക് ഉണ്ട്. പിന്നെയോ മേശമേൽ ഒരു പൂച്ചയുണ്ട്. പിന്നെയോ ഒരു പാത്രത്തിൽ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട്, ഒരു ഫ്ലവർ വേസ് ഉണ്ട്. പിന്നെയോ കുറച്ച് പുസ്തകങ്ങളും ഉണ്ട് അല്ലേ? മേശയുടെ ചുവട്ടിൽ എന്താണുള്ളത്? ഒരു ടോയ് കാർ ഉണ്ട് അല്ലേ? ഇനി ടീച്ചർ കുറച്ച് കാര്യങ്ങൾ പറയും. അത് ശരിയാണോ തെറ്റാണോ എന്ന് താഴെ നൽകിയിരിക്കുന്ന ബോക്സുകളിൽ കൂട്ടുകാർ അടയാളപ്പെടുത്തുകയാണ് ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ, ദ പപ്പി ഈസ് സ്ലീപ്പിംഗ് ഓൺ എ മാറ്റ്. പപ്പി മാറ്റിൽ കിടന്നുറങ്ങുന്നു. അത് ശരിയാണോ തെറ്റാണോ? ശരിയാണ് അല്ലേ? നമ്മൾക്ക് ഒന്നാമത്തെ കോളത്തിൽ ശരി അടയാളം രേഖപ്പെടുത്താം. ഇനി സെക്കൻഡ് വൺ എന്താണ്? എ ടോയ് കാർ ഈസ് ഓൺ ദ ടേബിൾ. ടോയ് കാർ ടേബിളിന് മുകളിലാണ് ഉള്ളത്. അത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ് അല്ലേ? രണ്ടാമത്തെ കോളത്തിൽ നമ്മൾക്ക് ഫാൾസ് അടയാളം ഇടാം. ഇനി തേർഡ് വൺ, എ പാരറ്റ് ഈസ് ഫ്ലൈയിങ് ഇൻ ദ സ്കൈ. തത്ത ആകാശത്ത് പറക്കുന്നുണ്ട്. അത് ശരിയാണോ തെറ്റാണോ? അത് തെറ്റാണ് അല്ലേ? പാരറ്റ് മരക്കൊമ്പിൽ ഇരിക്കുകയാണ് അല്ലേ? അപ്പോൾ മൂന്നാമത്തെ കോളത്തിൽ നമ്മൾക്ക് തെറ്റ് അടയാളം രേഖപ്പെടുത്താം. ഇനി ഫോർത്ത് വൺ, എ കാറ്റ് ഈസ് ഓൺ ദ ടേബിൾ. മേശമേൽ ഒരു പൂച്ചയുണ്ട്. അത് ശരിയാണോ തെറ്റാണോ? ശരിയാണ് അല്ലേ? നമ്മൾക്ക് നാലാമത്തെ ബോക്സിൽ ശരി അടയാളം ഇടാം. ഇനി ഫിഫ്ത്ത് വൺ, എ ക്ലോക്ക് ഈസ് ഓൺ ദ വാൾ. ഒരു ക്ലോക്ക് ചുമരിന്മേലുണ്ട്. അത് ശരിയാണോ തെറ്റാണോ? ശരിയാണ് അല്ലേ? നമ്മൾക്ക് അഞ്ചാമത്തെ കോളത്തിൽ ശരി അടയാളം രേഖപ്പെടുത്താം. ആക്ടിവിറ്റി 2, കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. താഴെ നൽകിയിരിക്കുന്ന സംഭാഷണം കൂട്ടുകാരോട് പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇവിടെ നൽകിയിരിക്കുന്നത്? വാട്ട് ഡസ് ദ പപ്പി ആസ്ക് ദ ക്യാറ്റ്. എന്താണ് പപ്പി പൂച്ചയോട് ചോദിച്ചത്? കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ. താഴെ നൽകിയിരിക്കുന്ന സംഭാഷണം കൂട്ടുകാരോട് പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പപ്പി എന്താണ് ചോദിക്കുന്നത്? ഡാഷ് മ്യൂ. പപ്പി എന്താണ് ചോദിച്ചത് എന്ന് അറിയണമെങ്കിൽ നമ്മൾക്ക് ക്യാറ്റ് എന്താണ് ആൻസർ പറഞ്ഞത് എന്ന് നോക്കിയാൽ മതി. എന്താണ് ക്യാറ്റ് ആൻസർ പറഞ്ഞിരിക്കുന്നത്? യെസ് ഐ ക്യാൻ. അതെ, എനിക്ക് കഴിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പപ്പി എന്തായിരിക്കും ചോദിച്ചത്? നിനക്ക് മ്യാവ് എന്ന് പറയാൻ കഴിയുമോ എന്നായിരിക്കും അല്ലേ? എങ്ങനെയാണ് നമ്മൾ ഇവിടെ പൂരിപ്പിക്കേണ്ടത്? ക്യാൻ യു സേ മ്യാവ് അല്ലേ? ഇനി ആക്ടിവിറ്റി 3, ഡിസ്ക്രിപ്ഷൻ. കുറിപ്പ്. കളർ ദ പാരറ്റ്. ഇവിടെ നൽകിയിരിക്കുന്ന തത്തയ്ക്ക് ഭംഗിയായി നിറം നൽകാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ കാണിച്ചത് കണ്ടില്ലേ? ഇതേപോലെ ഈ തത്തയ്ക്ക് ഭംഗിയായി കൂട്ടുകാർ നിറം നൽകുമല്ലോ. നൗ കംപ്ലീറ്റ് ദ ഡിസ്ക്രിപ്ഷൻ. ഇനി നമ്മൾക്ക് താഴെ നൽകിയിരിക്കുന്ന കുറിപ്പ് പൂരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. എന്താണ് ഇവിടെ നൽകിയിരിക്കുന്നത്? ഡാഷ് എ പാരറ്റ്. എങ്ങനെയാണ് നമ്മൾ പറയേണ്ടത്? ഇതൊരു തത്തയാണ് എന്നാണ് പറയേണ്ടത് അല്ലേ? എങ്ങനെയാണ് നമ്മൾ ഇവിടെ പൂരിപ്പിക്കേണ്ടത്? ദിസ് ഈസ് എ പാരറ്റ്. ഇനി നെക്സ്റ്റ് എന്താണ് നൽകിയിരിക്കുന്നത്? ഇറ്റ് ഈസ് ഡാഷ്. അതിന്റെ നിറം നമ്മൾക്ക് അവിടെ കൊടുക്കാം അല്ലേ? എങ്ങനെയാണ്? ഇറ്റ് ഈസ് ഗ്രീൻ കളർ. ഇതിന് പച്ച നിറമാണ്. നെക്സ്റ്റ് എന്താണ് നൽകിയിരിക്കുന്നത്? ദ പാരറ്റ് ഹാസ് 2 ഡാഷ്. തത്തയ്ക്ക് 2 ഡാഷ് ഉണ്ട്. എന്താണ് എഴുതേണ്ടത്? 2 കാലുകളുണ്ട് അല്ലേ? എങ്ങനെയാണ് നമ്മൾ എഴുതുക? ദ പാരറ്റ് ഹാസ് 2 ലെഗ്സ്. ഇനി അടുത്തത് എന്താണ് നൽകിയിരിക്കുന്നത്? ഇറ്റ് ഈസ് സിറ്റിംഗ് ഡാഷ്. അത് ഡാഷ് ഇരിക്കുന്നുണ്ട്. എവിടെയാണ് തത്ത ഇരിക്കുന്നത്? മരത്തിലാണ് അല്ലേ? എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? ഓൺ എ ട്രീ. ഇനി അടുത്തത് എന്താണ് നൽകിയിരിക്കുന്നത്? ദ പാരറ്റ് ക്യാൻ ഡാഷ്. തത്തയ്ക്ക് ഡാഷ് കഴിയും. തത്തയ്ക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? പറക്കാൻ കഴിയും അല്ലേ? അതാണ് നമ്മൾ അവിടെ പൂരിപ്പിക്കേണ്ടത്. എങ്ങനെയാണ്? ദ പാരറ്റ് ക്യാൻ ഫ്ലൈ.
ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി 4 മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് സെന്റൻസസ്. നൽകിയിരിക്കുന്ന സെന്റൻസുകളുമായി ചിത്രങ്ങളെ യോജിപ്പിക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഡ്രോ ലൈൻസ് ആൻഡ് മാച്ച് ദ പിക്ചേഴ്സ് വിത്ത് സെന്റൻസസ് റിലേറ്റഡ് ടു ദം. സെന്റൻസുകളുമായി ബന്ധമുള്ള ചിത്രങ്ങളെ ലൈൻസ് വരച്ച യോജിപ്പിക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് സെന്റൻസ് എന്താണ് നൽകിയിരിക്കുന്നത്? I see cock a doodle do. അതാരാണ് പറയുന്നത്? കോക്ക് പൂവിൻ കോഴിയാണ് അല്ലേ? അങ്ങോട്ടാണ് നമ്മൾ വരച്ച യോജിപ്പിക്കേണ്ടത്. നെക്സ്റ്റ് സെന്റൻസ് എന്താണ് നൽകിയിരിക്കുന്നത്? I can jump. എനിക്ക് ചാടാൻ കഴിയും. ആരാണ് ചാടുന്നത്? തവള, ഫ്രോഗാണ് അല്ലേ? അങ്ങോട്ടാണ് നമ്മൾ യോജിപ്പിക്കേണ്ടത്. നെക്സ്റ്റ് എന്താണ് നൽകിയിരിക്കുന്നത്? I am black. ഞാൻ കറുപ്പാണ്. നൽകിയിരിക്കുന്ന ചിത്രങ്ങളിൽ കറുപ്പ് നിറത്തിലുള്ളത് ആരാണ്? എലഫന്റ്, ആനയാണ് അല്ലേ? അങ്ങോട്ടാണ് നമ്മൾ യോജിപ്പിക്കേണ്ടത്. നെക്സ്റ്റ് എന്താണ് നൽകിയിരിക്കുന്നത്? ഐ എം എ ഡോഗ്. ഞാനൊരു നായയാണ്. ചിത്രത്തിൽ കൂട്ടുകാർ നായയെ കാണുന്നില്ലേ? അങ്ങോട്ടാണ് കൂട്ടുകാർ വരച്ച യോജിപ്പിക്കേണ്ടത്. ഇനി അടുത്തത് എന്താണ്? ഐ ലൈക്ക് ഫ്ലവേഴ്സ്. എനിക്ക് പൂക്കൾ ഇഷ്ടമാണ്. ആർക്കാണ് പൂക്കൾ ഇഷ്ടം? തേനീച്ചയ്ക്കാണ് അല്ലേ? അങ്ങോട്ടാണ് നമ്മൾ വരച്ച യോജിപ്പിക്കേണ്ടത്. ഇനി ആക്ടിവിറ്റി 5 ആഡ് എ ലൈൻ ടു ദ സോങ്. താഴെ നൽകിയിരിക്കുന്ന പാട്ടിന് കൂടുതൽ വരികൾ കൂട്ടിച്ചേർക്കാനാണ് കൂട്ടുകാരോട് പറഞ്ഞിരിക്കുന്നത്. ലിസൺ ടു ദ ടീച്ചർ ആൻഡ് സിംഗ് ആഫ്റ്റർ ഹർ. ടീച്ചറെ ശ്രദ്ധിച്ച ടീച്ചർക്കു ശേഷം കൂട്ടുകാരോട് പാട്ട് പാടാനാണ് പറഞ്ഞിരിക്കുന്നത്. ആഡ് എ ലൈൻ ടു ദ സോങ്. അതിനുശേഷം ഈ പാട്ടിന് കൂടുതൽ വരി കൂട്ടിച്ചേർക്കുകയും വേണം. ആദ്യത്തെ പാട്ട് ആരെക്കുറിച്ചാണ്? പാരറ്റ്, തത്തയെ കുറിച്ചാണ് അല്ലേ? എന്താണ് പാടിയിരിക്കുന്നത്? ഹായ് ഡിയർ ഫ്രണ്ട്സ്, കം വിത്ത് മീ, ലെറ്റ് അസ് ഡാൻസ് അണ്ടർ ദ ട്രീ. മരത്തിന്റെ ചുവട്ടിൽ നിന്ന് നൃത്തം ചെയ്യാമെന്ന് തത്ത കൂട്ടുകാരോട് പറയുകയാണ് അല്ലേ? ഇനി നെക്സ്റ്റ് ആരാണ് പാടിയിരിക്കുന്നത്? എലഫന്റ്, ആനയാണ് അല്ലേ? എന്താണ് പറയുന്നത്? ഹായ് ഡിയർ ഫ്രണ്ട്സ്, കം വിത്ത് മീ, ലെറ്റ് അസ് ഡാഷ് അണ്ടർ ദ ട്രീ. മരത്തിന്റെ ചുവട്ടിൽ നിന്ന് ആന എന്തു ചെയ്യാമെന്നായിരിക്കും കൂട്ടുകാരോട് പറയുന്നുണ്ടാവുക? കളിക്കാം എന്നായിരിക്കും അല്ലേ? നമ്മൾക്ക് അങ്ങനെ അവിടെ പൂരിപ്പിക്കാം. എങ്ങനെയാണ്? ലെറ്റ് അസ് പ്ലേ അണ്ടർ ദ ട്രീ. ഇനി അടുത്തത് ആരാണ് പാടിയിരിക്കുന്നത്? ഡക്ക്, താറാവാണ് അല്ലേ? താറാവ് എന്തായിരിക്കും പറയുന്നുണ്ടാവുക? മുകളിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ താഴെയും നമ്മൾ വരികൾ കൂട്ടിച്ചേർത്താൽ മതി. എങ്ങനെയാണ്? ഹായ് ഡിയർ ഫ്രണ്ട്സ്, കം വിത്ത് മീ, ലെറ്റ് അസ് എന്തായിരിക്കും? തത്ത നൃത്തം ചെയ്യാമെന്ന് പറഞ്ഞു, ആന കളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ താറാവ് എന്തായിരിക്കും പറയുക? നമ്മൾക്ക് പാട്ട് പാടാം എന്നായിരിക്കും അല്ലേ? എങ്ങനെയാണ് നമ്മൾ അവിടെ എഴുതുക? ലെറ്റ് അസ് സിംഗ് under the tree. All the best for your exam. Thanks for watching. If you like this video, please do subscribe and share.